ഹായ് ഹലോ. ഇന്ന് ഞാൻ നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റിൻ്റെ റിവ്യൂ ആയിട്ടാണ് വന്നേക്കുന്നത് കേട്ടോ. ആക്ച്വലി ഈ പ്രോഡക്റ്റ് കുറച്ച് നാൾ കൊണ്ട് മീൻസ് ഏകദേശം ഒരു 1 ഇയർ അല്ല 1 ഇയർ ആയില്ല, ഒരു 8 മന്ത്സ് ആയി നമ്മൾ ഇത് യൂസ് ചെയ്യുന്നത് ഈ ഒരു പ്രോഡക്റ്റ്. ഇത് വേറെ ഒന്നുമല്ല, ഡാൻഡ്രഫിൻ്റെ പ്രോഡക്റ്റാണ്. ഡാൻഡ്രഫ് മാറും അതുകൊണ്ട് ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ. അതിൻ്റെ പേര് സൾസൺ ബ്ലൂന്ന്. എനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ ഇത് അവൈലബിൾ ആണ്, ബട്ട് ഈ സൾഫേറ്റിന് പെർസെൻറ്റേജ് കുറവാണെന്ന് തോന്നുന്നു കേട്ടോ. അത് നോക്കിയാൽ മതി. ഇനി ഇന്ത്യയിലും ഉണ്ട് സൾസൺ എന്ന് പറയുന്ന ബ്രാൻഡ്. അപ്പം ഇത് ഭയങ്കര യൂസ്ഫുള്ളാണ്. അത് ഞാൻ പറയാം, ഒത്തിരി പേര് ഈ എന്താ പറയുക, തലയിൽ താരൻ വന്നിട്ട് ഒത്തിരി ബുദ്ധിമുട്ടുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ ആണുങ്ങൾക്ക് ഈ തലയിൽ കുറച്ച് വട്ടത്തിൽ ഫ്ലേക്സ് പോലെ ഇങ്ങനെ, നമ്മൾ ഓർക്കും വേറെ എന്തെങ്കിലും അസുഖമാണോ എന്ന്. അങ്ങനെ പോലും നമ്മൾ ചിന്തിക്കും. എൻ്റെ ഹസ്ബൻഡിൻ്റെ തലയിൽ ഇങ്ങനെ ചെറുതായിട്ട് താരൻ്റെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. നമ്മളിപ്പം നാട്ടിൽ വന്ന സമയത്ത് ഇതിങ്ങനെ കുറച്ച് ഹോസ്പിറ്റലിലൊക്കെ നമ്മൾ കൊണ്ടുപോയി കാണിച്ചു, എറണാകുളത്തും അങ്ങനെയൊക്കെ. അപ്പം അവർ തരുന്ന മെഡിസിനൊക്കെ നമ്മൾ തേച്ചിട്ടൊന്നും ഒരു യൂസും ആയില്ല. പിന്നെ ഞങ്ങൾ തിരിച്ചിങ്ങനെ വന്നു കഴിഞ്ഞ് ഇവിടെ വന്നു കഴിഞ്ഞിട്ട് ഒരു വീഡിയോ കണ്ടു. സത്യം പറഞ്ഞാൽ ഏതോ ഒരു വീഡിയോ കണ്ടിട്ട് ഈ പ്രോഡക്റ്റ് നമുക്ക് ഇവിടെ വാൾമാർട്ടിലും അങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളിൽ വാങ്ങാൻ കിട്ടും. നാട്ടിൽ നമ്മുടെ മെഡിക്കൽ ഷോപ്സിൽ അവൈലബിൾ ആണ്. അപ്പം അത് നമ്മൾ അവിടെ നിന്ന് ഈ പ്രോഡക്റ്റ് വാങ്ങിച്ചിട്ട് ഇത് യൂസ് ചെയ്തു. നമ്മൾ കുറേ പ്രോഡക്ട്സ് യൂസ് ചെയ്തിട്ടുണ്ട്. എനിക്ക് പക്ഷേ ഡോക്ടേഴ്സൊക്കെ തന്ന മെഡിസിനൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഉപയോഗിച്ചിട്ട് പണ്ടൊക്കെ മാറിയിട്ടുണ്ട്. അപ്പം ഞാൻ ആ മെഡിസിൻ തന്നെയാണ് ഹസ്ബൻഡിനും റെഫർ ചെയ്ത് കൊടുത്തത്. അപ്പം പക്ഷേ അത് പുള്ളിക്ക് അത്ര സ്യൂട്ടായില്ല. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ കുറേ പ്രാവശ്യം ഇത് നോക്കി, കുറേ മരുന്നുകൾ ടെസ്റ്റ് ചെയ്തു, കുറേ ഷാമ്പൂ ടെസ്റ്റ് ചെയ്തു, എന്നിട്ട് ഇതൊന്നും വർക്കായില്ല. ബട്ട് ഇത് വർക്കായി. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇത് നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. ഈ പ്രോഡക്റ്റിൻ്റെ റിവ്യൂ അങ്ങനെ ഞാൻ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇന്നാണ് ഞാൻ ഓർത്തത്. ഞാൻ അപ്പം തന്നെ വീഡിയോ എടുത്തു കേട്ടോ. ഇതിനകത്ത് വരുന്ന പ്രൈമറി ആക്റ്റീവ് ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞാൽ സെലീനിയം സൾഫൈഡും സാലിസൈക്കിൾ ആസിഡുമാണ്. അതെന്ന് പറഞ്ഞാൽ മെയിനായിട്ടും അത് ടാർഗറ്റ് ചെയ്യുന്ന നമ്മളുടെ തലയ്ക്കകത്തുള്ള തലയോട്ടിലുള്ള ഈസ്റ്റ്, എക്സസ് ആയിട്ടുള്ള ഓയില്, അതുമൂലമാണല്ലോ ഡാൻഡ്രഫ് ഉണ്ടാകുന്നത്. അപ്പോൾ അതിനെ റിമൂവ് ചെയ്യും. അതായത് ഒരു റൂട്ട് കേഴ്സിനെ തന്നെ ഇവിടെ റിമൂവ് ചെയ്യും. പിന്നെ ഇത് എങ്ങനെ വർക്ക് ചെയ്യും എന്ന് പറഞ്ഞാൽ, ഇത് 1%ലും ഉണ്ട്, 2.5%ലും അവൈലബിൾ ആണ്. അതൊരു സ്ട്രോങ്ങസ്റ്റ് ഫോമിലാണ് സെലീനിയം സൾഫൈഡ്. അത് നമുക്ക് ടഫായിട്ടുള്ള ഡാൻഡ്രഫ്, ഫംഗൽ ഇഷ്യൂസ്, അതായത് ടാനിയ, വേഴ്സിക്കുലർ അങ്ങനെയൊക്കെയുള്ള ഈ നമ്മളുടെ ഫേസിൽ കളർ ഡിഫറൻസ് ഒക്കെ വരത്തില്ലേ, അപ്പം അതിനെല്ലാം ഇത് നമുക്ക് ആ ഇഷ്യൂസിനെയൊക്കെ ഇത് സോൾവ് ചെയ്യും. പിന്നുള്ളത് ഇതിനകത്ത് തന്നെ സെബം, അതുപോലെ തന്നെ നമുക്ക് ഇൻഹിബിറ്റ്, അതായത് ഈ ഈസ്റ്റിൻ്റെ ഗ്രോത്തിനെ ഇൻഹിബിറ്റ് ചെയ്യുന്ന കുറേ സാധനങ്ങൾ ഇതിനകത്തുണ്ട്. പിന്നുള്ളത് ഡെഡ് സെൽസ്. നമുക്ക് താരൻ ഉണ്ടാകുന്ന ചില സമയത്ത് ആൾക്കാർക്ക് ചൊറിച്ചിൽ, അതുപോലെ തന്നെ ഡ്രൈ സ്കാൽപ്പ്, ഇതൊക്കെ ഉണ്ടാവും. അപ്പം ഞങ്ങളാണെങ്കിലും ഇവിടെ നമ്മളോർക്കും ഡ്രൈ സ്കാൽപ്പ് കൊണ്ടാണ് വരുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഓയിലൊക്കെ തേക്കാൻ തുടങ്ങും. കൂടുതൽ ഓയിൽ തേച്ചാൽ മാറും എന്നൊക്കെ വിചാരിക്കും. പക്ഷേ ആ ഒരു മൊമെൻറ്റിൽ മാറും, പക്ഷേ ഇത് വീണ്ടും വരും. പക്ഷേ ഇത് ട്രസ്റ്റ് മീ ഗൈസ്, ഇത് നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് യൂസ്ഫുള്ളാണ്. ഇത് താരൻ കൊണ്ട് നന്നായി ബുദ്ധിമുട്ടുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഇതൊരു പ്രൊമോഷൻ വീഡിയോ ഒന്നുമല്ല, ഞങ്ങളുടെ ഓൺ എക്സ്പീരിയൻസ് കൊണ്ട് ഷെയർ ചെയ്യുകയാണ് കേട്ടോ. നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഹെൽപ്ഫുള്ളാവും. എൻ്റെ ചാനൽ, ഞാൻ വളരെ കുഞ്ഞു ചാനലാണ് കേട്ടോ. അതിനകത്ത് പ്രത്യേകിച്ച് വലിയ ആൾക്കാരോ വലിയ കണ്ടൻസോ ഒന്നുമില്ല. ആ ചാനലിൽ ഞാനിടുന്ന വീഡിയോസും ബാക്കി റിവ്യൂ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്ത് അറിയാൻ പറ്റും. നിങ്ങളത് കണ്ടു കഴിഞ്ഞാൽ അറിയാം. അത് കണ്ടില്ലെങ്കിൽ പോലും കമൻസ് വായിച്ചാൽ അറിയാൻ പറ്റും. ആൾക്കാർ വളരെ ജെന്യൂനായിട്ട് വളരെ നന്നായിട്ട് പോകുന്നൊരു ചാനലാണ്. അപ്പം അങ്ങനെയുള്ള ചാനലിലൊരിക്കലും ഒരു ബാഡായിട്ടുള്ള റിവ്യൂ ഞാൻ പോസ്റ്റ് ചെയ്യത്തില്ല. എനിക്ക് കൊള്ളില്ല തോന്നുന്ന ഒത്തിരി പ്രോഡക്റ്റ്സ് ഉണ്ട്, ഞാൻ അതൊന്നും ഷെയർ ചെയ്തിട്ടില്ല. കാരണം അത് ഒരു പ്രോഡക്റ്റിനെ എനിക്ക് യൂസ് ചെയ്തിട്ട് ഓക്കെ അല്ലെങ്കിൽ ചിലപ്പോൾ വേറൊരാൾക്ക് ഓക്കെ ആകാനും സാധ്യതയുണ്ടല്ലേ. അപ്പോൾ അതുകൊണ്ട് അതിനെ പ്രൊമോട്ട് ചെയ്യേണ്ട വെച്ചിട്ട് ഞാൻ അത് ചെയ്തിട്ടില്ല. ബട്ട് എനിക്ക് യൂസ്ഫുൾ ആവുന്നത് ഡെഫിനറ്റ്ലി ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പം ഇതൊരു നമ്മൾ ഷാമ്പു പോലെ തന്നെയാണ് കേട്ടോ. ഇതെങ്ങനെ യൂസ് ചെയ്യുന്നതെന്നും കൂടെ ഞാൻ പറയാം.
ഇത് ബോട്ടിൽ നന്നായിട്ട് കുലുക്കുക. എന്നിട്ട് ഒരു കുറച്ച് സൈസ്, അതായത് ഒരു ചെറിയൊരു എമൗണ്ട്, ഒത്തിരി എടുക്കണ്ട, ഷാമ്പു പോലെ വളരെ ചെറിയൊരു എമൗണ്ട് എടുത്തിട്ട് നനഞ്ഞ മുടിക്കകത്ത് തലയൊന്ന് വെറ്റാക്കണം. വെറ്റാക്കിയിട്ട് ഇത് മസാജ് ചെയ്ത് കൊടുക്കണം. മുടിക്കകത്തല്ല, നമ്മുടെ സ്കാൽപ്പിൽ നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക. റൗണ്ടായിട്ട് ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഒരു 2 to 3 മിനിറ്റ്സ് മാത്രം തലയിൽ വെക്കുക. അതിൽ കൂടുതൽ ഇതിൻ്റെ ആവശ്യമില്ല. ഇതൊരു കൈൻഡ് ഓഫ് മെഡിസിനാണ്. അപ്പോൾ നമുക്കിത് ഒത്തിരി മണിക്കൂറോളം ഒന്നും വെക്കണ്ട, 2-3 മിനിറ്റ് വെക്കുക. നിങ്ങളിപ്പോൾ കുളിക്കാൻ കയറുന്ന സമയത്ത് തേച്ചിട്ട് നമ്മൾ ദേഹമൊക്കെ തേച്ച് കഴുകിയിട്ട് ലാസ്റ്റ് തല കഴുകിയാൽ മതി. മീൻസ് അത്ര ടൈം, ഒരു 2 to 3 മിനിറ്റ്സ് വെച്ചാൽ മതി. എന്നിട്ട് ഇത് യൂസ് ചെയ്യുന്ന, എന്നിട്ട് നമ്മൾ സാധാ ഇത് നമ്മൾ യൂസ് ചെയ്തിട്ട് സാധാ നമ്മൾ ഷാമ്പു വാഷ് ചെയ്യുന്ന പോലെ വാഷ് ചെയ്ത് കളയുക. ഷാമ്പു ഉപയോഗിക്കേണ്ട, അല്ലാണ്ട് കേട്ടോ, നോർമലായിട്ട് വെള്ളത്തിൽ വാഷ് ചെയ്ത് കളയുക. പിന്നെ ഇത് ഉപയോഗിക്കുന്നത് ആഴ്ചയിൽ ഒരു 2-3 പ്രാവശ്യം. നമുക്ക് നല്ല താരൻ ഉണ്ടെങ്കിൽ ഒരു 3 പ്രാവശ്യമൊക്കെ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഒരു 2 പ്രാവശ്യം യൂസ് ചെയ്താൽ മതി. പയ്യെ അതിൻ്റെ യൂസ് കുറച്ചുകൊണ്ട് വരിക. മുടി ഇവിടെ ഞങ്ങൾക്ക് യൂസ് ചെയ്തിട്ട്, ഞാനും യൂസ് ചെയ്യാറുണ്ട്, എൻ്റെ തലമുടിയൊന്നും പൊഴിഞ്ഞു പോയിട്ടില്ല. പിന്നെ മറ്റൊരാൾക്ക് ചെയ്യുമ്പം മേ ബി ആ സൈഡ് എഫക്ട്സ് വേണമെങ്കിൽ വരാം. എന്തായാലും നമുക്ക് യൂസ് ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഓക്കെ അല്ലെങ്കിൽ യൂസ് ചെയ്യണ്ട, അങ്ങനെ. അപ്പം കാരണം എനിക്ക് കുഴപ്പമില്ല, എനിക്ക് ഒരു രീതിയിലും സൈഡ് എഫക്ട്സോ ഒന്നും ഉണ്ടായിട്ടില്ല കേട്ടോ. പിന്നെ ഇത് നമുക്ക് പിന്നെ കണ്ണിലൊന്നും വീഴാതെ സൂക്ഷിക്കണം. പിന്നെ 2 വയസ്സിൽ താഴെയുള്ള കുഞ്ഞുങ്ങൾക്ക് ഡോക്ടറിൻ്റെ പ്രിസ്ക്രിപ്ഷനോടെ മാത്രം യൂസ് ചെയ്യാൻ ട്രൈ ചെയ്യുക കേട്ടോ. പിന്നെ അതൊക്കെ ഉള്ളൂ. പിന്നെ ഇത് മെയിനായിട്ടും ഇച്ചിങ്, നമുക്ക് തലയിലുണ്ടാകുന്ന ഇറിറ്റേഷന്, ഫ്ലേക്കിങ് ഇങ്ങനെ വരില്ലേ, ഫ്ലേക്സ് ആയിട്ട്, അതുപോലെ റെഡ്നെസ്, സ്കെയിലിങ്, അതിനെയൊക്കെ നമുക്ക് ഒഴിവാക്കാൻ പറ്റും ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ. നമ്മളിത് യൂസ് ചെയ്തിട്ട് നമുക്ക് നല്ല ഒരു എന്താ പറയുക, നമ്മൾ പറയില്ലേ, ദൈവമായിട്ട് കിട്ടിയ പ്രൊഡക്റ്റാ, ദൈവമായിട്ട് കാണിച്ചു തന്നെ എന്നൊക്കെ പറയുന്ന പോലുള്ളൊരു അനുഭവം ഉണ്ടായതാണ് കേട്ടോ ഈ ഒരു സാധനം. കാരണം ഇത് ഭയങ്കര നമ്മളെ ഹെൽപ്പ് ചെയ്തു. തലയിൽ എന്തൊക്കെ തേച്ചിട്ടും മാറില്ല, എത്രയൊക്കെ മെഡിസിൻ യൂസ് ചെയ്തു, നമ്മൾ ഉള്ളിൽ കഴിച്ചു, ആയുർവേദം പോലുള്ളതൊക്കെ കഴിച്ചു, എന്നിട്ടും ഒന്നും ഒരു ചേഞ്ചും ഇല്ല. ഇതിങ്ങനെ ഇപ്പോൾ ആരെങ്കിലുമൊക്കെ പറയും ഇങ്ങനെ ഈ മെഡിസിൻ യൂസ് ചെയ്താൽ നല്ല എന്നൊക്കെ പറഞ്ഞ് നമ്മൾ തേക്കും. അത് 1-2 ദിവസം കഴിയുമ്പോൾ അന്ന് മാറും. അന്ന് നമ്മൾ കുളിച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ പെർഫെക്റ്റ് ആയിട്ടിരിക്കും. അപ്പോൾ നമ്മൾ ഓർക്കുക, താരൻ ഫുള്ള് പോയി, ഇനി ഇത് കണ്ടിന്യൂസ് യൂസ് ചെയ്യാം, വെറുതെയാണ്. എന്നിട്ടത് കണ്ടിന്യൂസ് യൂസ് ചെയ്ത് കഴിയുമ്പോൾ ഒരു മാറ്റവും ഇല്ല. അത് പിന്നാണ് ഫൈനലി ഈ പ്രൊഡക്റ്റ് വന്നത്. ഇത് വന്ന പിന്നെ സത്യം പറഞ്ഞാൽ അതൊരു ഹെഡേക്ക് അല്ല. ഇപ്പോൾ താരൻ എന്ന് പറയുന്നൊരു സാധനം ആഴ്ചയിൽ, ഇപ്പം താരന് എൻ്റെ തലയിൽ താരന് എൻ്റെ അല്ല ഹസ്ബൻഡ് ആയാലും ഫുള്ള് മാറി. ഇപ്പം ഞങ്ങളങ്ങനെ യൂസ് ചെയ്യുന്നത് വൺസ് ഇൻ എ വൈൽ, എപ്പോഴെങ്കിലുമൊക്കെ എന്താ പറയുക, അപ്പം എപ്പോഴെങ്കിലുമൊക്കെ യൂസ് ചെയ്യുന്നു, അത്രയൊക്കെ ഉള്ളൂ കേട്ടോ. എന്തായാലും ഉപയോഗിച്ച് നോക്കുക, എന്നിട്ട് കമൻറ്റ്സ് പോസ്റ്റ് ചെയ്യുക. എനിക്ക് തോന്നുന്നു ഈ വീഡിയോയിൽ ഞാൻ കുറേ എന്തൊക്കെയോ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. നിങ്ങളപ്പം കൂടുതലൊന്നും ഇതാക്കണ്ട, ജസ്റ്റ് ആ പേര് നോക്കുക, എന്നിട്ട് മെഡിക്കൽ സ്റ്റോറിൽ പോയി വാങ്ങിക്കുക, സാധനം യൂസ് ചെയ്യുക, എന്നിട്ട് റിസൾട്ട് ഷെയർ ചെയ്യുക. ഓക്കെ, കമൻറ്റ് ബോക്സിൽ റിസൾട്ട് പറയണം കേട്ടോ. അപ്പോൾ അത് ബാക്കിയുള്ളവർക്ക് ഉപകാരമാവും. എൻ്റെ വീഡിയോയുടെ അടിയിൽ കുറേ കമൻറ്റ്സ് വന്നിട്ടുണ്ട് നേരത്തേക്കുള്ള വീഡിയോസിൽ, അപ്പോൾ യൂസ് ചെയ്തിട്ട്. അപ്പോൾ അത് മറ്റുള്ളവർക്ക് ഭയങ്കര ഹെൽപ്ഫുള്ളാണ്. അവർക്ക് ഭയങ്കര ഹെൽപ്ഫുള്ളാണ് കേട്ടോ അത്. എന്നിട്ട് ഞാൻ കുറേ എൻ്റെ ശ്രദ്ധയിൽ പെട്ടു, ആരെങ്കിലും ഒക്കെ ഇടുന്ന കമൻസിന് ഞാൻ റിപ്ലൈ കൊടുത്തില്ലെങ്കിൽ പോലും ആരെങ്കിലുമൊക്കെ നമ്മുടെ ഫാമിലി ഉള്ളവർ തന്നെ റിപ്ലൈ കൊടുക്കുന്ന, അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു സഹകരണം ഫീൽ ചെയ്തു കേട്ടോ. ഭയങ്കര സന്തോഷം കണ്ടപ്പോൾ. എന്തായാലും ഇത് യൂസ് ചെയ്തിട്ട് അഭിപ്രായങ്ങൾ പറയാം കേട്ടോ. നിങ്ങളുടെ കാര്യങ്ങൾ, ഇത് ഓൾറെഡി ചെയ്തവർ നിങ്ങളുടെ കാര്യങ്ങൾ പറയുക, ഇനി ചെയ്യാൻ പോകുന്നവർ ചെയ്തിട്ട് പറയുക. ഓക്കെ, എന്തായാലും താങ്ക് യു സോ മച്ച്. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.